എത്ര ശ്രമിച്ചിട്ടും വിവാഹം നടക്കാത്ത പെൺകുട്ടികളുടെ വിവാഹം നടക്കാനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിനായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം, എത്ര വലിയ ദോഷമാണെങ്കിലും നിങ്ങൾ വിശ്വാസപൂർവ്വം ഇത് ചെയ്താൽ മതിയാവും. ആൺകുട്ടികൾക്കുള്ളത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളൊരു തിങ്കളാഴ്ച ദിവസം കുളിച്ച് ശുദ്ധമായി വീട്ടിൽ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഫോട്ടോ, അത് ശിവകുടുംബമായാലും മതി, പക്ഷേ ശിവപാർവതി ഫോട്ടോ അത്യാവശ്യമാണ്. ആദ്യം തന്നെ അതിന് മുൻപിലായിട്ടൊരു നെയ്ദീപം കൊളുത്തി വെക്കണം. അതിനുശേഷം 70 മീറ്റർ നമ്മൾ മഞ്ഞ കളറിലെ ഒരു തുണി എടുക്കണം. അത് കോട്ടൺ ആയാലും നല്ലതാണ്, പട്ടുതുണി ആയാലും നല്ലതാണ്, പക്ഷേ 70 മീറ്റർ അത്രയും തന്നെ എടുക്കണം. അതിനുള്ളിലോട്ട് 7 മഞ്ഞൾ കഷ്ണം, 7 പാക്ക്, 7 ശർക്കര, കുഞ്ഞ് ശർക്കര നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, അത് മതിയാവും. വലിയ ഉരുണ്ട ശർക്കര എടുക്കേണ്ട. അതേപോലെ 7 മഞ്ഞൾ തടവിയ നൂല്, 1 മീറ്റർ വെച്ചിട്ട് നമ്മൾ നൂലെടുക്കുക. എന്നിട്ട് അതിൽ മഞ്ഞൾ പൂശി ഉണക്കിയെടുത്ത് അത് വെച്ചാൽ മതിയാവും. 70 ഗ്രാം കടല, 70 ഗ്രാം കറക്റ്റ് വേണം, മാറാൻ പാടില്ല. അത് നമ്മൾ തൂക്കി മേടിക്കണം. കടലയെന്ന് പറയുന്നത് നമ്മൾ കറി വെക്കുന്ന കടലയാണ്. അതേപോലെ 1 രൂപയുടെ 7 നാണയങ്ങൾ, ഒപ്പം ഏതെങ്കിലും മഞ്ഞ കളറിലെ പൂവ് 7 എണ്ണം. ഇത്രയും ആ ഒരു തുണിയിൽ വെച്ച് കിഴിയായിട്ട് കെട്ടിയിട്ട് അത് നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് വിവാഹം നടക്കേണ്ടുന്ന പെൺകുട്ടി ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നിന്ന് എത്രയും പെട്ടെന്ന് നല്ലൊരാളെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ കിഴി ആ ഒരു ഫോട്ടോയ്ക്ക് പുറകിലായിട്ട് വെച്ചേക്കുക. 40 ദിവസം തുടർച്ചയായി നമ്മൾ ഇതേ പ്രാർത്ഥന നെയ്ദീപം കൊളുത്തി ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ദിവസം മാത്രം കിഴി കെട്ടിയാൽ മതിയാവും. പിന്നെ ആ കിഴി അവിടെ നനയ്ക്കേണ്ടുന്ന ആവശ്യമില്ല. ഇതിനുള്ളിൽ തന്നെ നിങ്ങളുടെ വിവാഹത്തിലൊരു തീരുമാനമാകും. 40ാമത്തെ ദിവസം പൂർത്തിയാകുന്ന അന്ന് ആദ്യം തന്നെ ആ കിഴിയെടുത്ത് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ, ശിവപാർവതി ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്, അവിടെ പോയി ആദ്യം തന്നെ ഗണപതി ഭഗവാന് ഒരു തേങ്ങ ഉടച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് കുലദൈവത്തിനെയും മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം ആ കിഴി അതേപോലെ ആ ക്ഷേത്രത്തിലെ തിരുമേനിക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ആൽമരം, വലിയ വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിന് ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചേക്കാവുന്നതാണ്. ആർക്കെങ്കിലും അത് ദാനമായിട്ടത് ബ്രാഹ്മണർക്കോ ആ ക്ഷേത്രത്തിൽ തിരുമേനിക്കോ ദാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വേണം ആദ്യം ചെയ്യാൻ. അങ്ങനെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ആൽമര ചുവട്ടിലോ, ഇപ്പോൾ തൊട്ടിലൊക്കെ കിട്ടുന്ന ക്ഷേത്രമാണെങ്കിൽ ആ തൊട്ടിലിനുള്ളിലോ നിങ്ങൾക്കിത് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. തീർച്ചയായും വിശ്വാസപൂർവ്വം ഇത് ചെയ്തു കഴിഞ്ഞാൽ 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി പെൺകുട്ടികൾക്ക് ഇതിനിടയ്ക്ക് പീരിയഡ്സ് ആകുമ്പം ആ 7 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, അത് വിട്ട് നിങ്ങളിത് ചെയ്താൽ മതിയാവും. തീർച്ചയായും നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. എത്ര ദോഷമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും.